ഗുരുവായൂരാണുള്ളത്. നടപ്പന്തൽ കാണുന്നതുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആദ്യമായിട്ട് വരച്ച ഒരു ഫോട്ടോ ഇവിടെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോയാണ് ഗുരുവായൂരപ്പൻ്റെ ഞാൻ ആദ്യമായിട്ട് വരച്ചത്. ഈ ഒരു ഫോട്ടോ വരച്ച് വീട്ടിൽ വെച്ച് തുടങ്ങിയതിന് പിന്നാലെയാണ് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് അഭിവൃദ്ധിയൊക്കെ ഉണ്ടായത്. പിന്നീട് നമുക്ക് കുറച്ച് സ്വർണം നമുക്ക് കിട്ടില്ല എന്ന് കരുതിയ കുറച്ച് സ്വർണം നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഈ ജൂലൈ 10-ാം തീയതി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചൊരു സ്വർണം നമുക്ക് കയ്യിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാം എന്തായി ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇതിനൊക്കെയുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വരച്ച് വെച്ചത് തുടങ്ങി. പിന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി തുടങ്ങി. അതിന് മുമ്പ് കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ വാടക കൊടുക്കാൻ വരെ നടത്തിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഈ ഫോട്ടോ വരച്ചതിന് ശേഷമാണ് എനിക്ക് സാമ്പത്തിക സൗഭാഗ്യങ്ങൾ അഭിവൃദ്ധികളൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പം ഞാൻ ഫോട്ടോ കൊടുത്തിട്ട് വരാം കേട്ടോ. തിരക്കാണ്. ബുധനാഴ്ച ദിവസമാണ്, നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി നടപ്പന്തലിലോട്ട് കയറിയാൽ നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും അലൗഡല്ല. കണ്ടല്ലോ അല്ലേ? ഈ കാണുന്നതാണ് മക്കളെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ശരിക്കും കണ്ടോട്ടാ. ആളുകൾ എന്തൊക്കെയോ മേടിച്ച് നോക്കുന്നു. എന്തിനാണ്? എനിക്കാണെങ്കിൽ വെളിയിലിറങ്ങി വീഡിയോ എടുക്കാനായിട്ട് ഒരു നാണവും ഇല്ലാത്ത അവസ്ഥയിലെത്തി. ആദ്യമൊക്കെ പുറത്തിറങ്ങിയൊരു വീഡിയോ എടുക്കാനായിട്ട് അവർ നോക്കുന്നുണ്ടോ എന്ന് 4 പാടും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എവിടെ ചെന്നാലും ഫോൺ എടുത്ത് വെച്ചിട്ട് കലബില എന്ന് സംസാരിക്കും. അപ്പം അത്രത്തോളം ഒരു അവസ്ഥയിലെത്തി. വേണ്ട ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഇതിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മാറിയില്ലെങ്കിൽ നമ്മളെ ഓട്ടോ ഉണ്ട്. അമ്മാതിരി ഓട്ടോ വരുന്നത്. ചാച്ചാ.